കാക്കിയിട്ട കാലം മുതൽ അധികാരത്തിന്റെ അപ്പർ ക്ലാസിന്റെ ഹൈ പ്രിവിലേജ് ഉള്ളവരുടെ സാമൂഹ്യ ശ്രേണിയിൽ ഊറ്റം കൊള്ളുന്നവരുടെ മാത്രം കൂടെ നിൽക്കുന്ന ഏമാന്മാരുടെ മുഖത്തു നോക്കി നിങ്ങൾ ഈ നാടിന്റെ കൂടെയാണ് എന്നും വരാന്തയിൽ പരാതിയുമായി പതുങ്ങി നിൽക്കുന്നത് ജനങ്ങളിൽ പെട്ടവരാണെന്ന് പറയാനും അധികാരം മെക്കിട്ടു കേരളല്ലെന്ന് ഓർമ്മിപ്പിക്കാനും തിരുത്തേണ്ടതും തിരുത്തിക്കാനും കഴിഞ്ഞത് ഇവിടെ രാഷ്ട്രീയക്കാരുള്ളതുകൊണ്ടാണ്. കാക്കിക്കുള്ളിൽ പോലീസാകണമെന്ന് മുദ്രാവാക്യം വിളിച്ചവരിൽ, നീതിയാണ് നിയമമെന്ന് മുഷ്ടി ചുരുട്ടി വിളിച്ചവരിൽ LC സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരാണ് പോലീസിനെ അധികാരപ്പറ്റിൽ നിന്ന് തളച്ചു നിർത്തിയത്. ആ പോലീസിനെ രാഷ്ട്രീയ ഇടപെടൽ മുക്തമാക്കാൻ ഒരു LDF സർക്കാർ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രശ്നം. കഴിഞ്ഞൊരു സമ്മേളന കാലത്ത് ബെഞ്ചിലിരുന്ന് ബ്രാഞ്ച് കൂടിയ സഖാക്കൾ വരെ പറഞ്ഞു കാക്കിക്കൂട്ടത്തെ നിയന്ത്രിക്കണമെന്ന്. ഈ പോക്ക് പോയാൽ ശരിയാകില്ലെന്ന്. മനോവീര്യത്തിന്റെ പേരിൽ ഉത്തേജനം കൊടുത്തു മുൻ മുഖ്യമന്ത്രി. കരിങ്കൊടി പ്രതിഷേധം ചെയ്യാവുന്നതിൽ ചെറിയൊരു സമരം മാത്രമാണെന്നറിയാത്തവരല്ല പാർട്ടി നേതൃത്വവും മുൻ മുഖ്യമന്ത്രിയും. അതിലും വലിയ സമരങ്ങൾ അവരെത്ര കണ്ടിരുന്നു. എന്നിട്ടും അങ്ങനൊരു സമരത്തിന്റെ പേരിൽ ചെടിച്ചട്ടി കൊണ്ടും ലാത്തി കൊണ്ടും തലയടിച്ചു പൊട്ടിക്കുന്നവരെ രക്ഷാപ്രവർത്തകരെന്ന് വിളിക്കുന്നത് ഇന്നു മാത്രമല്ല, നാളെയും ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് അറിയാത്തവരല്ല അങ്ങനെ ഓമന പേരിട്ട് വിളിച്ചത്. സ്വാഭാവികമായും നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും. ഇനി ശിക്ഷാപ്രവർത്തനം.